നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോ ആൻഡ് ഓർഡർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട പോലീസുകാരെ കൊണ്ട് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു സമയമാണ് തെരഞ്ഞെടുപ്പ് കാലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ സമയത്ത് അവരുടെ വാഹനത്തിന് പെട്രോൾ അടിക്കാനും അതുപോലെ തന്നെ അവരുടെ ഫോണും ഒക്കെ നിശ്ചലമായാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരമൊരവസ്ഥയിലൂടെയാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ കടന്നുപോകുന്നത്. പെട്രോൾ പമ്പുകൾക്ക് കുടിശ്ശിക തീർക്കാൻ 57 കോടി രൂപ അനുവദിക്കണമെന്ന പോലീസിന്റെ ആവശ്യം ധനവകുപ്പ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. നൽകിയത് 26 കോടി മാത്രം. ഡീസൽ തുക അനുവദിക്കാതായതോടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ക്രമസമാധാന പാലനം തന്നെ അവതാളത്തിലാകും. പോലീസ് ഡീസൽ അടിച്ച വകയിൽ 200 കോടിയാണ് പമ്പുടമകൾക്ക് നൽകാനുള്ളത്. കുടിശ്ശിക തീർക്കാതെ ഡീസൽ ലഭിക്കില്ലെന്ന് പമ്പുടമകൾ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പായതിനാൽ കുടിശ്ശികയിൽ കുറച്ചെങ്കിലും നൽകാനാണ് 57 കോടി സംസ്ഥാന പോലീസ് ആവശ്യപ്പെട്ടത്. ഭരണാനുമതിയില്ലാതെ പണം ചെലവഴിച്ചത് കുടിശ്ശിക ഉണ്ടാക്കാൻ കാരണമായെന്നാണ് ധനവകുപ്പ് വിലയിരുത്തുന്നത്. അതിനാൽ ഭരണാനുമതിയില്ലാത്ത കുടിശ്ശിക ഇനി അനുവദിക്കില്ലെന്നും തെരഞ്ഞെടുപ്പായതിനാൽ 26 കോടി അനുവദിക്കുന്നെന്നും ധനവകുപ്പ് സംസ്ഥാന പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ തുക കൊണ്ട് മാത്രം ഡീസൽ ഇനിയും നൽകാനാവില്ലെന്ന നിലപാടിലാണ് പമ്പുടമകൾ. ഇക്കാര്യം സൂചിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പമ്പുടമകളുടെ സംഘടനകൾ പരാതിയും നൽകി. മുഖ്യമന്ത്രി ഇടപെട്ട തുക അനുവദിച്ചില്ലെങ്കിൽ പോലീസ് വാഹനങ്ങൾ നിരത്തിലിറങ്ങാനാകാതെ വരും. ഇതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനം തന്നെ തകരാറിലാകും. ഇപ്പോൾ തന്നെ പല സ്റ്റേഷനുകളിലും വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നില്ല. സംഘർഷാവസ്ഥ ഉണ്ടായാൽ പോലും പോലീസ് എത്താത്ത സ്ഥിതിയുമുണ്ട്. ഡീസൽ അടിക്കാൻ പണമില്ലാതെ പോലീസ് നട്ടം തിരിയുന്നത് ആദ്യമായാണ്. ഇതിനിടെ മറ്റൊരു തിരിച്ചടി കൂടി പോലീസിനെ നേരിടുന്നു. BSNL ബില്ലടയ്ക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണുകൾ പലതും നിശ്ചലമായി. സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്ക് ലാൻഡ് ഫോണിലൂടെ വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള ആശയവിനിമയം പോലും നടക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ സ്റ്റേഷനുകളിലേക്ക് കൈമാറുന്നതിന് ഇത് തടസ്സമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോലീസിനെ വരച്ച ഡീസൽ ക്ഷാമവും തുടരുകയാണ്. പോലീസുകാർ കയ്യിൽ നിന്നും പണമെടുത്താണ് ഇപ്പോൾ ഡീസൽ അടിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഫോൺ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്തെ നഗരത്തിലെ പല സ്റ്റേഷനുകളിലും ലാൻഡ് നമ്പർ നിശ്ചലമായി കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോണിലൂടെ സന്ദേശം നൽകുന്ന കൺട്രോൾ റൂമിലെ സംവിധാനവും പാളി. ഇതിനൊപ്പം പൊതുജനങ്ങൾക്കും ലാൻഡ് ഫോൺ നമ്പർ ഉപയോഗിച്ച് പരാതി പറയാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വരികയാണ്. പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ്. പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അതിനെ മറുപടി പറയേണ്ടതാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എത്ര കടമെടുത്താലും തികയാത്ത സാഹചര്യമാണ്. കടമെടുക്കുന്നത് കൊണ്ടാണ് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ പോലീസിന്റെ പെട്രോളോ അല്ലെങ്കിൽ അവരുടെ ഫോണോ ഒന്നും ശരിയാക്കാനുള്ള കാശ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ആശാസ്യമല്ല, പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്.